വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ. കുറച്ച് വൈകി പോയി, എന്നാലും കുഴപ്പമില്ല. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്ലാമ്പിംഗ് സൈറ്റ് എല്ലാവരും ചൂസ് ചെയ്യാനുള്ള കാരണം സാൻഡസ് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാനാണ്. അപ്പോൾ ഞങ്ങൾ ഡേ 2 ഫുൾ നമ്മൾ സാൻഡസ് വില്ലേജിലായിരുന്നു കേട്ടോ. ഇത് മെയിൻലി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അവർക്ക് അട്രാക്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളാണ് അതിനകത്തുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അഡൽസിനും പറ്റിയിട്ടുള്ള അടിപൊളി സംഭവങ്ങളുണ്ട് കേട്ടോ. തുടക്കത്തിൽ എൻ്റെ ഒരു കാർച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഈ ഒരു സാൻഡസ് വില്ലേജിൽ പുതിയ വന്നൊരു റൈഡാണ് കേട്ടോ. ഇതൊരു റോളർ കോസ്റ്റർ റൈഡാണ്. അത്യാവശ്യം പേടി തോന്നുന്ന ഒരു റൈഡായിരുന്നു കേട്ടോ. ഇതൊരു തീം പാർക്കാണ് കേട്ടോ. ഏകദേശം ഒരു 30-ലധികം റൈഡ്സ് ഉള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ്. കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും അവിടെ ഉണ്ട് കേട്ടോ. സമ്മർ ടൈം ആകുമ്പോൾ അതുപോലെ തന്നെ പിള്ളേരുടെയൊക്കെ വെക്കേഷൻ ആകുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഈ കാണുന്ന സംഭവത്തിൽ ഞാനും കയറിയായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരു പേടി തോന്നുന്നൊരു സംഭവമാണ്, കാരണം അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ. പിന്നെ ഞാനിവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ശ്രദ്ധിച്ചത്, ഇതിനകത്ത് കയറാൻ പേടിയായിട്ട് പിള്ളേർ അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അവരുടെ പേരൻസ് അവരുടെ കൂടെ കയറി ഭയങ്കരമായിട്ട് ചിയർ ചെയ്ത് അവരെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് ആ സംഭവം ഫുൾ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാൻ അവർ നോക്കുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് പേടിച്ച് നിന്ന പിള്ളേരൊക്കെ ഈ റൈഡ് ഫുൾ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഭയങ്കര ഹാപ്പിനെസ്സും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും അവരുടെ മുഖത്ത് കണ്ടു കേട്ടോ. പിള്ളേരുടെ ഇതുപോലത്തെ ഉള്ളൊരു പേടി മാറ്റാനും അവരെ കൂടുതൽ അഡ്വഞ്ചർ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേരൻസ് ഇങ്ങനത്തെ റൈഡ്സിലൊക്കെ കയറ്റുന്നത് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി.